ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നതേ നമ്മുടെ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് ശനിയാഴ്ചയാണ്. ഞങ്ങൾ രാവിലെ തന്നെ ഞാനും കുഞ്ഞാവയും കൂടിയിട്ട് അമ്പ് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ഞങ്ങളുടെ മുകളിൽ നിന്നാണ് അമ്പ് വരണത്. ഇത്രയും വലിയൊരു ഞങ്ങളുടെ കയറ്റമാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ഒരു കയറ്റത്തിൻ്റെ അടിയിലായിട്ടാണ് ഞങ്ങളുടെ വീട് വന്നത്. നമ്മുടെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു വലിയൊരു കയറ്റമുണ്ട്. അപ്പോൾ ആ കയറ്റത്തിൻ്റെ അവിടെ ഞങ്ങൾ, അതായത് അത് കറങ്ങി തിരിഞ്ഞിട്ടാണ് അമ്പ് വരണത്, മുകളിൽ നിന്നാണ് വരണത്. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അമ്പിന് വേണ്ടിയിട്ട്, ഞാനും കൊച്ചും സിയാനൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേന് അമ്പ് വന്നു കേട്ടോ. അമ്പ് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയി ഞാനാണ് അമ്പ് എടുത്തുകൊണ്ട് വന്നത്. നമ്മുടെ സെബസ്ത്യാനോസിൻ്റെ അമ്പായിരുന്നു. അങ്ങനെ ഞാനും കുഞ്ഞാവയും കൂടിയിട്ട് അമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിൻ്റെ പിന്നാലെ ശിങ്കാരിമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് അമ്പ് വെച്ച് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പേപ്പറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് നേർച്ചയൊക്കെ ഇടാം കേട്ടോ. നേർച്ചയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ അത് രൂപത്തുമ്മ മുത്തിയിട്ട് നമുക്ക് നേരെ അത് അടുത്ത ആൾക്ക് കൈമാറണം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അകമാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പെടുത്തിട്ട് പിന്നെ പോയി. പിന്നെ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ പെരുന്നാൾ വിഭവങ്ങളാണ് ഈ കാണുന്നത്. ഒരു കറി മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എന്ന് പറഞ്ഞാൽ ചിക്കനും അതുപോലെ ബാക്കി എല്ലാം വെക്കാനായിട്ടുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ഉച്ചക്കലത്തെ കറി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് മാങ്ങാക്കറി, അതുപോലെ തന്നെ ബീഫ് കറിയായിരുന്നു. പിന്നെ വൈകുന്നേരത്തേക്കായിട്ടും വട്ടയപ്പം സ്പെഷ്യൽ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തെ ചോറിനൊക്കെ ഞങ്ങൾ വൈകുന്നേരം പള്ളിയിൽ പോകാനായിട്ട് റെഡിയായി. ആദ്യം കൊച്ചിനെ റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളുടെ വീടൊക്കെ ഒരു 6:30 ആയിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ 3 ഭാഗത്തുനിന്നും പ്രദക്ഷിണമായിട്ട് പള്ളിയിലേക്ക് പോകണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ടത് വെറുതെ ഇരുട്ടത്തൊക്കെ നിന്ന് നോക്കിയതാട്ടോ. ഇതാണ് ഞാൻ വേറെ ചെയ്തിരുന്ന ഡ്രസ്സ്. പിന്നെ ഞങ്ങൾ എല്ലാവരും റെഡിയായി കഴിഞ്ഞപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു വീഡിയോ പോലെ ഇട്ടതാണ്. മമ്മിയും എൻ്റെ നാത്തൂനും ഉണ്ടായിരുന്നു, അവളുടെ കൊച്ച്, പിന്നെ ഞങ്ങളെല്ലാവരും കൂടി. പപ്പ നേരത്തെ പള്ളിയിലേക്ക് പോയിരുന്നു. അപ്പം ഞങ്ങൾ ഇതുപോലെ വീട്ടിലുള്ള കുറച്ച് നേരം പ്രദക്ഷിണം നമുക്ക് വരണത് നോക്കി വെയിറ്റ് ചെയ്യായിരുന്നു. ഞങ്ങളുടെ താഴെ ഭാഗമാണിത്. അപ്പോൾ ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി വന്നു. റോഡാണിത്. റോഡ് ഫുള്ളായിട്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആ ഒരു സെക്ഷനിലായിട്ട് ഇതുപോലെ രൂപമൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ പ്രദക്ഷിണം വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതൊക്കെ സിയാനെടുത്ത ഫോട്ടോസാണ് കേട്ടോ. ഫോട്ടോ കുറേയൊക്കെ നല്ല ഫോട്ടോ കിട്ടി. പിന്നെ അതൊക്കെ പോയി. ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ അത് വീഡിയോ ആവും. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ പിള്ളേരും കുറേ നേരമായി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. എന്തേത് അമ്പ് വരണില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ അകലേന്ന് സൗണ്ട് കേട്ടു. എന്തായാലും വരണുണ്ടെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് നമ്മുടെ പള്ളി വരെ എത്തണമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അമ്പ് വന്നു തുടങ്ങിട്ടോ. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണ സമയം കൊണ്ട് നമ്മുടെ അവിടുത്തെ 2-3 പിള്ളേരൊക്കെ, പിന്നെ എൻ്റെ നാത്തൂൻ്റെ കൊച്ചും പിന്നെ അവിടെ ഉള്ളൊരു കൊച്ചും കൂടി പാട്ട് പാടിയായിരുന്നു. അത് നമുക്കൊന്ന് കേട്ടാലോ. പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളിൽ ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെച്ചിരച്ചെല്ലവുമാ താനെ
പിള്ളേരോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ മടി പിടിച്ച് നിൽക്കുമായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേരുടെ പാട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ എന്നിട്ടും എന്ത് ചെയ്ത് അമ്പ് വരണില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ പടക്കം പൊട്ടണ കണ്ടപ്പോൾ മനസ്സിലായി അമ്പ് വരണുണ്ട് കേട്ടോ എന്ന്. അപ്പോൾ ദേ നമ്മുടെ അമ്പല്ല കേട്ടോ പ്രദക്ഷിണം, നമ്മുടെ പ്രദക്ഷിണം വരണുണ്ട്. പ്രദക്ഷിണം ദേ നമ്മുടെ വീടിൻ്റെ അടുത്ത് എത്താറായിരുന്നു. അപ്പോഴത്തേനും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നല്ല പടക്കം പൊട്ടിക്കൽ, മുകളിലേക്കൂടെ പൊട്ടിക്കുന്നത്, അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കൊച്ചിരിക്കണം, കൊച്ചിന് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തെത്താറായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ യൂണിറ്റുകാരായിരുന്നു ഈ ഒരു സെക്ഷനിൽ. അപ്പോൾ തന്നെ പ്രദക്ഷിണത്തിൻ്റെ കൂടെ ഞങ്ങളും കയറി പോയിരുന്നു. ഇനി നമ്മൾ ഈ പ്രദക്ഷിണം പോയി നമ്മൾ പള്ളിയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും 3 സ്ഥലത്തുനിന്ന് 3 ഭാഗത്തു നിന്നുമുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കയറും. അങ്ങനെയാണ് ഈ പ്രദക്ഷിണത്തിൻ്റെ ഒരു സെറ്റപ്പ്. കഴിഞ്ഞ കൊല്ലം അതിന് മുമ്പത്തെ കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരമായിരുന്നു, ശനിയാഴ്ച വൈകുന്നേരം കുർബാന കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പ്രദക്ഷിണം ഈ ഭാഗങ്ങളിലേക്കൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയിൽ ചെന്നിട്ടാണ് ബാക്കി പരിപാടികൾ. പക്ഷേ ഈ പ്രാവശ്യം ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഇങ്ങനെയാണ്. അതായത് ഓരോ സെക്ഷനിൽ നിന്ന്. പിന്നെ നമ്മളിത് കുറച്ച് വന്നു കഴിയുമ്പോഴത്തേനും എൻ്റെ വീടാണ് കേട്ടോ ഇത്. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു കയറ്റം കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എൻ്റെ വീടിൻ്റെ ഭാഗമെത്തി. ഇത് അവിടെയൊക്കെ നിറച്ച് മുകളിൽ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. രാത്രിയായത് നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ, അതായത് എൻ്റെ സ്വന്തം വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അവർ പടക്കം പൊട്ടിക്കണതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഉണ്ടായിരുന്നു ഇതിൻ്റെ പടക്കം പൊട്ടലും കാര്യങ്ങളൊക്കെ. അത് ഓരോ ഭാഗം എത്തും തോറും പ്രദക്ഷിണം സ്ലോ ആവുകയും പിന്നെ അവിടുത്തെ ആ ഒരു പടക്കം പൊട്ടലൊക്കെ നോക്കി നിൽക്കും അങ്ങനെ. പിന്നെ ഇതാണ് എൻ്റെ വീട് വരുന്നത്. ഇത് നമ്മൾ വീഡിയോ എടുത്തപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം കാണാനായിട്ട്. ഇതാണ് എൻ്റെ വീട്, എൻ്റെ സ്വന്തം വീട്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് എൻ്റെ ചേച്ചി നിൽക്കുന്നുണ്ടായിരുന്നു, ചേച്ചിയുടെ മക്കളുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വന്നപ്പോഴത്തേനും അവൾ ഞങ്ങളുടെ കൂടെ കയറി വന്നു. ഇതാണ് ചേച്ചിയുടെ മൂത്ത മോൻ. പിന്നെ എൻ്റെ കൊച്ചിനെ അവൾ വേഗം എടുത്തായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും പ്രദക്ഷിണത്തിന് നിൽക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ആൾക്കാരാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 4ഉം എൻ്റെ വീടിൻ്റെ യൂണിറ്റ് 3ഉമാണ്, തൊട്ടടുത്താണ്. അപ്പോൾ എല്ലാവരും കൂടി ആ ഭാഗത്തുള്ളവർ അങ്ങനെ എല്ലാവരും കൂടി പോയി നമ്മൾ ഇനി വരണത് എന്ന് പറയുന്നത് ഇത് നമ്മുടെ അവിടെയുള്ള ആ ഭാഗത്തുള്ള കപ്പേളയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ വെച്ചും കുറച്ച് ഇതുപോലത്തെ ഇവിടെ ഒരു കപ്പേളയുണ്ട്, ശരിക്കുള്ളൊരു ഒറിജിനൽ കപ്പേളയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനൊക്കെ നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും പിന്നെ അവിടുത്തെ ആൾക്കാർ ഉണ്ടാക്കിയ ഡെക്കറേഷനാണത്. പക്ഷെ അത് ക്ലിയർ ആവണില്ല ഞാൻ എടുത്തിട്ട്. അങ്ങനെ ഇനി ഇത് തൊട്ടടുത്താണ് പള്ളി വരുന്നത്. ഇനി നമ്മൾ ഇച്ചിരി കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളി എത്തി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ഹസ്ബൻഡ് വീട്ടിൽ നിന്നാണെങ്കിലും തൊട്ടടുത്താണ് പള്ളി വരുന്നത്. കുറച്ചുകൂടി എളുപ്പം. പിന്നെ ഇത് ഓരോ യൂണിറ്റുകാർ ഓരോ ബേസിലാണ്. ഇത് ആനേനെ കൊണ്ടുവന്ന് വന്നേക്കണതാണ് കേട്ടോ ഒരു യൂണിറ്റുകാർ. അത് ആർട്ടിഫിഷ്യൽ ആനയാണ്. പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കാലില്ല എന്നുള്ളൂ, കാലിന് പകരം 4 ചക്രമാണ് വെച്ചേക്കണത്. പക്ഷെ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആന പോലെ നിൽക്കുന്ന നല്ല രസമുണ്ടായിട്ട് കാണാം. എല്ലാവരും പിന്നെ അതിൻ്റെ ചുറ്റുപറ്റി നിൽക്കുമായിരുന്നു ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ. അങ്ങനെ ഈ പ്രദക്ഷിണം എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പള്ളിയിൽ വീണ്ടും അച്ഛൻ ലതീഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ വരുന്ന പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിലെ ഒരു അടുത്ത നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് കരിമരുന്ന് പ്രയോഗമാണ്. പിന്നെ സെക്കൻഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോയും, തേർഡ് വരുന്നത് ശിങ്കാരി മേളമാണ്. ഇങ്ങനെയാണ് അച്ഛൻ നമുക്ക് ആ സമയത്ത് വിളിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആനേനെ കാണാനുള്ള തന്ത്രപ്പാട്ടിലായിട്ട് എല്ലാവരും നോക്കുന്നത്. അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമരുന്ന് പ്രയോഗമാണ്. അപ്പോൾ കരിമരുന്ന് പ്രയോഗം ഫോൺ എൻ്റെ ചേച്ചി വെച്ചിട്ട് കൊച്ചിനെ കൊണ്ട്
കരിമരുന്നിൻ്റെ ഒരു പ്രയോഗം സൂപ്പറായിരുന്നു. പിന്നെയാണിത് ലൈറ്റ് ഷോ ആണ്. നമുക്ക് കുറച്ച് ലൈറ്റ് ഷോ കാണാം. The show starts in 9, 8, 7, 6, 5, 4, 3, 2, 1, go. അതും കഴിഞ്ഞു. പിന്നെ ദേ നമ്മുടെ സിയാനും ആഷും റയാനും സിമിയും പപ്പയും അമ്മയൊക്കെ നിൽക്കണത് ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ പോലെ എടുത്തത്. അത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ശിങ്കാരിപള്ളി. ഇത് എൻ്റെ കൂട്ടുകാരിയാട്ടോ. എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ളതാണ്. ഞങ്ങൾ ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സാണ്. അഞ്ചു എന്നാണ് പേര്. അങ്ങനെ പിന്നെ ദേ എല്ലാം കഴിഞ്ഞ് ശിങ്കാരിമേളം കാണാൻ നിന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി ഇട്ടേനെ. പിന്നെ നമ്മുടെ ദേ പോണ വഴിക്ക് കുറച്ച് ഐസ്ക്രീം മേടിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ തിന്നുകൊണ്ട് ദേ ഞങ്ങൾ പോണ വഴിയാണ് നമ്മുടെ പള്ളിയുടെ ഭാഗത്തോടെ പോണത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ മേടിച്ചെന്ന് പറഞ്ഞാൽ
ചോക്കോബാറായിരുന്നു, ഗ്രീൻ ആപ്പിളിൻ്റെ ചോക്കോബാർ. പിന്നെ അധികം അങ്ങനെ കുറേ ഒന്നും കഴിക്കാൻ നിന്നില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് കളിപ്പാട്ട കടയിലേക്കായിരുന്നു. അങ്ങനെ സിയാനും ഇവാനൊക്കെ കളിപ്പാട്ടമൊക്കെ എടുത്തു. പിന്നെ വീട്ടിൽ വന്നു. സിയാൻ്റെ കളിപ്പാട്ടങ്ങൾ കൊച്ചിനെ ഇരുത്തി. പിന്നെ നമ്മൾ വന്നപ്പോഴത്തേനും 10 മണി 10:30 ആയിരുന്നു. കൊച്ചിന് മേടിച്ചത് ദേ ഈ സാധനം കേട്ടോ. സിയാൻ ദേ ഇങ്ങനത്തെ പിയാനോ മേടിച്ചു, സിയാൻ കാറ് മേടിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരത്തെ രാത്രിയിലത്തെ ഫുഡ് നല്ല ചിക്കനും കോഴിയിറച്ചി കറിയും മാങ്ങാക്കറിയും അതുപോലെ സർലാസ് ബീഫ് ഒക്കെ കൂട്ടി നല്ല തട്ടും തട്ടിയിട്ട് നല്ല സുഖമായി കിടന്നുറങ്ങി. അങ്ങനെ പെരുന്നാളിൻ്റെ വൈബ്സ് കഴിഞ്ഞു. പെരുന്നാൾ വൈബ്സ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.